സ്പൈ ഈഗിളോ? അവനെ വിടരുതാ. എന്റെ ചങ്ങാതി, ഞാൻ ആദ്യം അടിക്കും, എന്നിട്ടേ സംസാരിക്കുള്ളൂ. ഞാനൊരു സംഭവം തന്നെയാണ്. ഞാനാണ് സ്പൈ ഈഗിൾ. DVD പ്ലീസ്. ഓഹോ, ഓ, ഈ ഞാനാണ് DVD ദയാറാം വെങ്കടേശ്വര ഡബൂൾക്കർ. നീ എന്താടാ ചാടി ചാടി ഒളിമ്പിക്സിലോട്ട് പോകാനുള്ള പരിപാടിയാണോ? എടോ, സമൂസ കരിഞ്ഞു പോകും. എടാ DVD, നിന്റെ പ്ലാൻ ഞാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. സത്യം അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പേര് സൂപ്പർ സ്പൈ ഈഗിൾ എന്നല്ല. വേഗം പോയി പിടിക്കടാ അവനെ. ലഡുവിനും മധുരം കുറഞ്ഞു പോയി. വേഗം പോയി പിടിക്കവനെ. എടാ വ്യാജ സയന്റിസ്റ്റ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? പ്രോജക്ട് ചോള. ഓ, വ്യാജനായ സയന്റിസ്റ്റോ? നിന്നെ ഇപ്പൊ തന്നെ ഞാൻ ഒരു പ്രാവാക്കി തരാം. ഓ നോ, ഞാനിതാ പ്രാവായി മാറിയിരിക്കുന്നു. ദൈവമേ. അവൻ എന്തിനാ പ്രാവാക്കി മാറ്റിയത്? ഇപ്പൊ പറന്നു പോയില്ലേ? ആ DVD തിരിച്ചു കിട്ടിയില്ലേ? ഞാൻ വ്യാജനാണത്രേ. മാറി പറക്കട്ടെ അവൻ. ദാ ഇതാണ് സയൻസ്, ബാക്കിയെല്ലാം ആർട്ടാണ്. ഇനി നമുക്ക് രസഗുളം ഉണ്ടാക്കാം. നിങ്ങളെ ഒരു ഇന്റർനാഷണൽ ഡോൺ ആണ്. ഈ മിഠായി കിടക്കാനെ സംസാരിക്കുന്നത് വിട്ടേക്ക്. അതൊരു ശീലമായി പോയി. അല്ല, നിങ്ങൾ ആ സൂപ്പർ ഈഗിളിനെ പിടിക്കുകയായിരുന്നോ അതോ ജിലേബിയുടെ മുകളിലുള്ള ഈച്ചയാട്ടുകായിരുന്നോ? ഞാനില്ലായിരുന്നെങ്കിൽ ആ സീക്രട്ട് ഫയലിന്റെ പ്രോജക്ട് അവന്റെ കയ്യിലാകുമായിരുന്നു. ഇനിയിപ്പൊ ഈഗിൾ എവിടെ പോകാനാണ് ബോസ്? അവൻ പ്രാവായി മാറിയല്ലോ. ഇതൊരു വല്ലാത്ത ഗതികേടായി പോയല്ലോ. ഞാൻ പറന്ന് ക്ഷീണിച്ചു. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബണ്ണി വളരെ ശ്രദ്ധയോടെ പട്ടം പറത്തുന്നതാണ്. അയാളൊപ്പം ഉള്ളത് അയാളുടെ വലിയേട്ടൻ ഹണി. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ പട്ടം വളരെ നന്നായിട്ട് തന്നെ പറത്തുന്നുണ്ട്. ബണ്ണിയുടെ ലക്ഷ്യം പട്ടങ്ങൾ പൊട്ടിക്കുക എന്നതാണ്. പക്ഷെ അത് എങ്ങോട്ടെന്നല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മത്സരം അവസാനിക്കുന്ന സമയമായിരിക്കുന്നു. ഇതാ ഇപ്പോൾ ബണ്ണി ആവശ്യത്തോടെ ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസരിച്ചിരിക്കുന്നു. അടുത്തുണ്ടായിരുന്ന പട്ടത്തിന്റെ പണി തീർന്നു. ഇതെന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ഹണിയും ബണിയും ജയിച്ചിരിക്കുന്നു. പണി കുറച്ചു നേരം ആ പട്ടം ഇങ്ങിതാ, ഞാനും കൂടി പറത്തട്ടെ.
ഒന്ന് ക്ഷമിച്ചിരിക്കൂ. താങ്കൾ ഇപ്പോൾ ക്യൂവിലാണ്. ബനി കഴിഞ്ഞാൽ അടുത്തത് എന്റെ നമ്പറാണ്. എടാ പോപ്പട്ടെ, നീ പട്ടം പറത്തട്ട, ചിലപ്പോ നീ അതിന്റെ കൂടെ പറന്നങ്ങ് പോവും. അത് ശരി. അപ്പൊ നീക്ക കണ്ടോ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? എടാ പോപ്പട്ടെ, നീ ഒരു പാവം പ്രാവിനെ തൂവലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയത്. എടാ ഇത് എന്റെ തൂവലൊന്നും അല്ല. സംശയമുണ്ടോ? ഇത് ഡിവിഡിയുടെ തൂവലാണ്. ദയാറാം വെങ്കടേഷ് ദബൂൽക്കർ. അയാൾക്കൊരു പലഹാരക്കടയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം സയന്റിസ്റ്റ് ആയിട്ട് മാറി. പക്ഷെ ഇപ്പൊ ഇന്റർനാഷണൽ ക്രിമിനലാ. ഞാൻ അയാളുടെ സീക്രട്ട് പ്രൊജക്ടിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഐ ആം സൂപ്പർ സ്പൈ. ഞാൻ സൂപ്പർ ഈഗിൾ. ഞാൻ ആരുടെങ്കിലും പുറകെ പോയാൽ അയാളുടെ അടിവേര് ഞാൻ പിഴുതെടുക്കും. കാരണം എന്റെ സ്റ്റൈൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. കൊച്ചളിയാ, ഈ പ്രാവിനെ വട്ടായെന്നാ തോന്നുന്നേ. ദാ, നീ എന്തിനാ എന്നെ പ്രാവേ പ്രാവെന്ന് വിളിച്ച് കളിയാക്കുന്നത്? എന്നെ പോലൊരു ഡേഞ്ചർ ആയിട്ടുള്ള ആളെയാണോ നീ പ്രാവെന്ന് വിളിച്ച് കളിയാക്കുന്നത്? ഐ ആം സ്പൈ ഈഗിൾ, സൂപ്പർ ഈഗിൾ. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ആ DVD എന്നെ കുറച്ചു നേരം മുമ്പ് പ്രാവാക്കി മാറ്റി. ഓ നോ. ഇങ്ങോട്ട് നോക്ക് ബോസ്, ഞങ്ങൾ സൂപ്പർ സ്പൈ ഈഗിൾസിന്റെ വലിയ ഫാൻസാ. അദ്ദേഹം വലിയ കേസുകൾ വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ ശക്തിമാനാ. That's me. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. തന്റെ സ്റ്റൈൽ അല്ലെങ്കിലും വ്യത്യസ്തമാ. എവിടെ നിന്ന് നോക്കിയാലും മനുഷ്യന്റെ ഒരു കോലവും ഇല്ല. ഇതാ DVD പഠിച്ച പണിയാ ചങ്ങാതി. സിനിമ DVD ആണോ അതോ പാട്ടിന്റെ DVD ആണോ? എടോ ക്രിമിനൽ DVD. അവൻ സയന്റിസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മധുരപലഹാരം വിൽക്കുന്ന ആളാണെന്നല്ലേ? അത് നേരത്തെ ആയിരുന്നു. ഇപ്പൊ അവൻ എന്തോ കെമിക്കൽ ഇട്ടിട്ടുണ്ട്. പലഹാരത്തിലാണോ? ഇനി ഇപ്പൊ എന്താ ചെയ്യാ? അല്ലടാ, എന്റെ ബോഡിയില് എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ സൂപ്പർ സ്പൈ ഈഗിൾ ആണ്. പ്ലീസ്. കണ്ടിട്ട് ഇതിൽ കെമിക്കൽ ഉണ്ട്. മിക്കവാറും ഇവൻ പറയുന്നത് സത്യമാകാനാണ് സാധ്യത. കൂട്ടുകാരെ, സംശയമുണ്ടോ? ഓക്കെ, നിങ്ങളുടെ വിശ്വാസ നിങ്ങളെ പഴയതുപോലെ ആക്കാൻ ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് എത്തിക്കാം. എന്നാ പോയാലോ? എടാ നന്ദു, ഡോക്ടർ ബാലു ക്ലിനിക്കിലുണ്ടോ? ഇല്ല, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എന്ത് പറ്റി? ദായി പ്രാവിനെ ഈഗിളാക്കാൻ വേണ്ടിട്ടാ. എന്തിനാണ്? പ്രാവ് പ്രാവായിട്ട് തന്നെ ഇരിക്കട്ടെ. ഈകളാക്കി മാറ്റി എന്ത് ചെയ്യാനാണ്? എടാ, ഈഗിൾ എന്റെ പേരാ. ഞാനൊരു മനുഷ്യനാണ്. എന്നെ പ്രാവാക്കി മാറ്റിയതാടാ മരമണ്ട. എങ്കിൽ ഇയാളെ വൈദ്യർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഡോക്ടർ ബാലുവിന്റെ അനിയൻ തന്നെയാണല്ലോ അദ്ദേഹം. ഈ പറഞ്ഞത് ശരിയാണ്. ഇവിടെ വരൂ, ഇവിടെ വരൂ. എല്ലാ അസ്വസ്ഥതകൾക്കും ഉടനടി പരിഹാരം. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. തലയിലുള്ള ധാരണ നമുക്ക് ചികിത്സിക്കാം. വയറിലുള്ള വിരയെയും ചികിത്സിക്കാം. ബുദ്ധിയും ശക്തിയും കൂട്ടിയെടുക്കാം. എല്ലാ അസുഖങ്ങൾക്കുമുള്ള പരിഹാരം, ആരോഗ്യത്തിനുള്ള ഉപഹാരം. പിന്നീട് നമുക്ക് എന്നും കഴിക്കാം പലഹാരം. ഇവിടെ വരൂ. ഇങ്ങോട്ട് തന്നെ ഞങ്ങളൊക്കെ വന്നത്. വൈദ്യര് എത്രയും പെട്ടെന്ന് ഈ പ്രാവിനെ ഈഗിളാക്കി മാറ്റാൻ നോക്കേ. ഇവിടെ വരൂ. നിങ്ങളുടെ തലച്ചോറുന്ന പശു എന്താ മണ്ടത്തരമെന്ന പുല്ല് തിന്നുകയാണോ? ഈ സമയത്ത് എന്നെ ചൂടാക്കുവാണോ? ആർക്കെങ്കിലും ഒരു പ്രാവിനെ ഈഗിളാക്കി മാറ്റാൻ കഴിയുമോ? അതെ കർത്താ, എല്ലാടെ സുഹൃത്താ. പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രാവ് എങ്ങനെയാണ് ഈഗിളാക്കി മാറ്റാൻ പറ്റുക? ഇത് ഈഗിൾ തന്നെയാണ്. നിങ്ങളുടെ തലയിൽ തലച്ചോറുന്ന മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണോ എന്റെ മെഷീൻ കൂടി ഇപ്പോൾ കേടാക്കാൻ വന്നിരിക്കുന്നത്? ഈ പ്രാവിനെ നിങ്ങളുടെ കണ്ണിൽ ഈഗിളായിട്ടാണോ കാണുന്നത്? ഈ പ്രാവിനെ നിങ്ങൾക്ക് ഏത് ആംഗിളിലൂടെയാണ് ഈഗിളായിട്ട് കാണാൻ കഴിയുന്നത്? വൈദ്യരെ, ഇത് സ്പൈ ഈഗിളാണ്. ഇത് ചിലപ്പോൾ സ്പൈ ആയിരിക്കാം, പക്ഷേ ഈഗിൾ ഒരിക്കലും ആയിരിക്കില്ല. ഞാൻ എന്റെ കണ്ണിന്റെ ഹെഡ്ലൈറ്റ് കൊണ്ട് ഇവന്റെ മുഖമാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രാവ് തന്നെയാണ്. ഇതിനെ പ്രാവാക്കി മാറ്റിയിരിക്കുക. ഏതോ DVD പ്രാവാക്കി മാറ്റിയേ. സത്യത്തിൽ ഇത് മനുഷ്യനാ. DVDയിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും, പിക്ചർ കാണാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റും, യോഗ പഠിക്കാൻ പറ്റും. പക്ഷെ DVD കണ്ട് എങ്ങനെയാണ് ഒരു പ്രാവായി മാറാൻ കഴിയുക? എടാ, ആ DVD അല്ല, ദയാറാം വെങ്കടേഷ് ദാബോൽക്കർ DVD. അയാളാണ് ഡോട്ട് വെച്ച് മനുഷ്യനെ പ്രാവാക്കി മാറ്റിയത്. ഓ, ആ ഫേമസ് ക്രിമിനൽ. അയാളൊരു സയന്റിസ്റ്റും ആണ്. ഇവിടെ വരൂ, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം.
കൊച്ചളിയ ഇതിന്ന് ആംബുലൻസിന്റെയും ഫയർ എഞ്ചിന്റെയും പിന്നെ പോലീസ് വാന്റെ ഒക്കെ സൈറൻ എന്തെങ്കിലും മുഴങ്ങി കേൾക്കുന്നേ? ഈ സൈറൻ വെവ്വേറെ മെറ്റീരിയലുകളുടേതാണ്. ഇയാളുടെ ബോഡിയിൽ ടൊമാറ്റോ സോസിനൊപ്പം തന്നെ സിങ്ക്, അലുമിനിയം പിന്നെ പൊട്ടാസ്യം പോലുള്ള സാധനങ്ങളുടെ മിശ്രിതമാണ് ചേർത്തിട്ടുള്ളത്. അതെ, അത് ശരിയാണ്. അയാൾ എനിക്കൊരു ഷോട്ട് തന്നു. അതിനുശേഷമാണ് ഞാനിങ്ങനെ ഒരു പ്രാവായിട്ട് മാറിയത്. അല്ലെങ്കിൽ എന്റെ സ്റ്റൈൽ തന്നെ വ്യത്യസ്തമായിരുന്നേനെ. മതി മതി നിർത്ത്. ആ മരുന്നിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ഒരു ചൂർണം തയ്യാറാക്കേണ്ടി വരും. ഇയാളെ അത് കഴിപ്പിക്കേണ്ടി വരും. എന്നിട്ട് അല്പം കുലിക്കേണ്ടി വരും. അതുപോലെ നടക്കേണ്ടി വരും. അതിനുശേഷം ഇയാൾ തിരിച്ച് ഈഗിളായി മാറിക്കോളും. എടോ, ഈഗിൾ എന്റെ പേരാണ്. ഞാനൊരു മനുഷ്യനാ. എത്രയും പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. താൻ ഇവിടുന്ന് പോയാലേ എനിക്കത് തുടങ്ങി വെക്കാൻ പറ്റുള്ളൂ. അറിയാമോ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കേണ്ടതെന്ന്? ഞാൻ എന്റെ ജോലി തുടങ്ങി വെക്കട്ടെ. താനിപ്പോ അങ്ങോട്ട് പോകൂ. എന്നാ ശരി വൈദ്യരെ, ഇതിന്റെ ലേഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ വിളിക്കണേ. കർത്ത, നീ ഇവിടെ വരൂ. ഞാൻ നിനക്ക് തരുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഉടൻ എത്തിക്കണം. ഇന്നാ പ്രാവേട്ട ചോറ്. തൽക്കാലം ദാ ഇത് കഴിക്കാൻ നോക്ക്. എടാ കഴുതേ, സൂപ്പർ ഈഗിളിനെ കൊണ്ട് നീ റേഷനരി കഴിപ്പിക്കുകയാണോ? എടാ കഴുതേ, ഇപ്പൊ നീ ഒരു പ്രാവ് മാത്രാണ്. പ്രാവുകൾ അരി മാത്രമേ കഴിക്കാറുള്ളൂ. അയ്യോ, എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. പ്ലീസ്. അങ്ങനെ പറയാൻ പാടില്ല. പ്രാവുകൾ അരി മാത്രമേ കഴിക്കാറുള്ളൂ. വീണ്ടും മനുഷ്യനെ കഴിയുമ്പോ ഈ ചോറിനൊപ്പം ചിക്കനോ മട്ടനോ ചേർത്ത് കഴിച്ചോ. പ്ലീസ് പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നെ ഇനി ഹണിയുടെ കൂടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെ. പ്ലീസ്, എനിക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഇവനെ അങ്ങനെ ഒരു സ്റ്റൈൽ ഉപയോഗിച്ചും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സംശയമുണ്ടോ? കൂട്ടുകാരെ, വൈദ്യര് ബാലുവിന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? സമയമെടുക്കും. കറുത്തെ കണ്ടിരുന്നു. ലേഖ്യം ഉണ്ടാക്കാൻ ഒരുപാട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പവർ എല്ലാം തിരിച്ചു വേണം കൂട്ടുകാരെ. പിന്നീട് ആ ഡിവിഡിക്ക് മനസ്സിലാകും ഈ സൂപ്പർ ഈഗിൾ എത്രത്തോളം പവർഫുൾ ആണെന്ന്. എന്നെ വേഗം ഒന്ന് ശരിയാക്കാൻ പറയേ, എന്നാലേ എനിക്ക് ആ ഡിവിഡിയുടെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലിന്നിപ്പോ ടോട്ടൽ എത്ര DVD ഉണ്ട്? മാത്രമല്ല എല്ലാവർക്കും എന്താ DVD എന്ന് പേരിട്ടിരിക്കുന്നത്? എടാ, വട്ടത്തരത്തിന്റെ പൂച്ച രൂപമേ. ആകെ ഒരു DVD ഉള്ളൂ. ആ ഡിവിഡിയുടെ കയ്യിൽ ഒരു DVD ഉണ്ട്. അതിലാണ് ആ ക്രൈമിന്റെ പ്ലാൻ ഉള്ളത്. ആ അതെ, പ്രോജക്ട് ചോള. നിങ്ങളപ്പോ പേടിക്കുന്നതൊക്കെ വെറുതെയാണ്. ചിലപ്പോ DVD-യിലെ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇല്ല ഹണി, ആ റെസിപ്പിക്ക് വേണ്ടി ഈഗിളിന്റെ കൂടെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ എന്തോ പ്ലാൻ ഉണ്ട്. വാവ് വാവ് വാവ്. ബണി, നീ വളരെയധികം ഇന്റലിജന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ടുമുട്ടിയ സഹോദരങ്ങളാണോ? സാർ, സാധാരണ ഉത്സവങ്ങളിൽ കാണാതാവുകയാണ് പതിവ്. യെസ്, പക്ഷെ കാണാതായ സഹോദരങ്ങളെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുമല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് ശരിക്കും ഒരു CID ബുദ്ധി തന്നെയാണ്. സംശയമുണ്ടോ? താങ്ക് യു പോപ്പറ്റ്. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഹൂ ഈ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷേ ബുദ്ധിയോടൊപ്പം തന്നെ എനിക്ക് എന്റെ ശരീരവും തിരിച്ചു വേണം. DVD എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. എടാ, നീയൊക്കെ ആ ഈഗിളിനെ പിടിക്കാൻ ശ്രമിച്ചതാണോ അതോ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്യായിരുന്നോ? നീ മനുഷ്യനല്ലോ, കുരങ്ങനാ. ജിലേബി ചൂടാണോ? ബ്രോ, തട്ടാ ഞാൻ പന്തല്ല, DVD ആണ്. DVD സമൂസ നന്നായിട്ട് വന്നിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് ഈ ലിക്വിഡ് നിനക്ക് തിന്നാനുള്ളതല്ല. എടാ മുള്ളമതി തലയോ, നീ എന്റെ തടവിലാണ്, അല്ല ഞാൻ നിന്റെ അല്ല. സോറി, മറന്നുപോയി, തെറ്റായി പോയി. രസഗുള സോഫ്റ്റ് ആണ്. പ്രൊജക്ട് ഷോലയിൽ ആരുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവരുത്. എല്ലാരോടും പറഞ്ഞേക്ക്. സമോസേ, കട്ട്ലറ്റ്, നെയ്യപ്പം ആരുടെടുത്തൊന്നും ഒരു തെറ്റത്തിന് സംഭവിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത് പിന്നെ ബോസ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ രാവിലെ പറയാം. ചെല്ല്, മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നാളത്തെ ദിവസം പ്രത്യേകതയുള്ളതാ. ലോകത്തിലെ എല്ലാ ഡോൺസും എന്നെ അംഗീകരിക്കും. നാളെ ചോളാപുരിയിലെ രാജാവ് ചോളാറാം നമ്മുടെ നഗരത്തിലേക്ക് വരുന്നുണ്ട്. അയാളെ ഞാൻ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഒരുപാട് കാശ് ഞാൻ ചോദിക്കും. ഉരുളക്കിഴങ്ങ് വേഗം അരിഞ്ഞിടാൻ നോക്ക്.
കറിവേപ്പില എടുത്തതുകൊണ്ടാണ് കഞ്ഞി മണക്കുന്നത്. മേയർ സാറേ, നിങ്ങൾ എന്താണ് ഈ അന്വേഷിക്കുന്നത്? ആ ചോള ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നേയല്ല. എന്നാ പിന്നെ അത് വരുന്നതോരെ നിങ്ങൾക്ക് ദാ ഈ പനീർ കഴിക്കാലോ. ചോള എന്നത് കഴിക്കുന്ന സാധനമല്ല. എന്റെ കൂട്ടുകാരൻ ചോളാപൂരിലെ രാജാവാണ്. സാർ, ഓൾ ക്ലിയർ സാർ. നേരത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. വിടരുതാവന്മാരെ. അല്ല, എന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാവരും ചേർന്ന് ഒരു പരുവത്തിലാക്കിയല്ലോ. ചോളാറാമിന്റെ ഗാർഡ്സ് ആണല്ലോ ഇത്. എടാ നിർത്താനാ പറഞ്ഞത്. ഇത് ചോളാറാംസിന്റെ ഗാർഡ്സ് ആണ്. ഓ സോറി സാർ, ഈ ഹണി കാരണം ഇങ്ങനെ തെറ്റ് പറ്റിയത്. ഓ, നിങ്ങളൊക്കെ വലിയ ബലശാലി എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇവിടെ വരൂ. എന്ത് ചോദ്യമാണത്? ഇത്രയും നെല്ലുകൊണ്ടാൽ പിന്നെ അവർ ഇങ്ങനെ ആവാതെ വേറെ എങ്ങനെ ആവാനാണ്? നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് തോറ്റതറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ മണ്ടത്തരം പറഞ്ഞത്. അടികൈ. ഇവിടെ വരൂ മിസ്റ്റർ കണ്ണ. നിങ്ങൾ ആവശ്യമില്ലാത്ത കവിത പറഞ്ഞ് എന്നെ അപമാനപ്പെടുത്താൻ നോക്കിയിരിക്കുകയാണ്. എന്നെ അപമാനപ്പെടുത്തിയതും പോരാഞ്ഞിട്ട് അടികൈ എന്ന് പറയുകയാണോ? താൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നുവെങ്കിൽ തന്നെ എടുത്ത് ഞാൻ റെയിൽവേ ലൈനിൽ ഇടുമായിരുന്നു. അല്ലല്ല, അദ്ദേഹം ആരെ അപമാനപ്പെടുത്തുന്നതല്ല. അദ്ദേഹത്തിന്റെ സംസാരം തന്നെ എങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. ഇദ്ദേഹമാണ് ചോളാപൂരിന്റെ രാജാവ് ചോളാറാം. അല്ല, താൻ ചോള കഴിക്കുന്നോ? വേണ്ട, അങ്ങ് കഴിച്ചോളൂ. ഡിന്നറിന് ചോള വട്ടൂര്, ചോള പൂരി, ചോള ടിക്കി, ചോള സമോസ, പ്ലെയിൻ ചോള, മസാല ചോള, തവ ഫ്രൈ ചോള എല്ലാം ഉണ്ട്. ശരി, എന്നാ അല്പം ചോള എടുത്തിട്ട് അതിൽ ബട്ടർ ചേർക്ക്. എന്നിട്ട് ചട്നിയും തൈരും ചേർത്ത് കുറച്ചുകൂടി ചോളയിട്ട് എനിക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് എനിക്ക് കൊണ്ടു തരണം. ഇയാള് ചോള എന്ന് പറഞ്ഞ ചെവിക്കല്ല് പോയി. ഇയാൾ എങ്ങനെ ഇതെല്ലാം ഇവിടെ കഴിക്കും? നമ്മൾ ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന് നമ്മുടെ സിറ്റിക്കും ഇടയ്ക്ക് ഒരു ട്രെയിൻ വിടാൻ പോവുകയാണ്. അതോടെ എല്ലാ ട്രാഫിക്കും നമുക്ക് അവസാനിച്ച് കിട്ടുകയും ചെയ്യും. പണി എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതാണ്. നാളെയാണ് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അതിനായി സ്റ്റേഡിയത്തിൽ ഫംഗ്ഷനുമുണ്ട്. നിങ്ങൾ എല്ലാരും മറക്കാതെ വരണം. ലഞ്ച് അവിടെയാണ്. ചോളയുടെ ലഞ്ചാണോ? അയ്യോ, ഞങ്ങൾ വരുന്നൊന്നുമില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് കഴിക്കാനുള്ളതല്ല. ചോളാറാം സാറിന്റെ സെക്യൂരിറ്റിക്കായിട്ട്. നിങ്ങൾ ഗാർഡ്സിനെ ഈ പരുവത്തിലാക്കിയപ്പോൾ ഞാൻ കാര്യം പിടികിട്ടി. നിങ്ങളെക്കാളും നല്ല സെക്യൂരിറ്റി ഇദ്ദേഹത്തിന് ആർക്കും കൊടുക്കാൻ കഴിയില്ല. വിഷമിക്കണ്ട സാർ, ഞങ്ങൾ എല്ലാവരും എത്തിയേക്കാം. വളരെ നന്നായിട്ടുണ്ട് മോനെ, വളരെ നന്നായിട്ടുണ്ട്. നീ എന്തായാലും ഇങ്ങനെ നിൽക്കേണ്ട. റിപ്പീറ്റ് ചെയ്യും. ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കാം. വേഗം ആവട്ടെ. വൈദ്യരെ, ആ ചൂർണത്തിന്റെ കാര്യം എന്തായി? ചൂർണത്തിന് എന്തായാലും പൂച്ചയുടെ പാല് വേണം. കൂടാതെ എലിയുടെ കണ്ണുനീരും വേണം. രണ്ടും കൂടി ഒരുമിച്ച് കലർത്തി സൂര്യപ്രകാശത്തിൽ വയ്ക്കണം. പിന്നെയും കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി എന്തായാലും റെഡിയാകും. നാളെ തന്നെ പ്രാവ് ശരിയായിക്കോളും.
അടിപൊളി, ഇത് കൊള്ളാലോ. വളരെ കഷ്ടപ്പെട്ട ഞാൻ എന്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയത്. എന്തു പറ്റി? ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഇപ്പോഴും മനുഷ്യനല്ല, ഒരു പ്രാവാണെന്ന്. ടോയ്ലറ്റിൽ കയറി ഇരുന്നതാ, പക്ഷെ അകത്തേക്ക് പോയി. ആഹാ, എന്തായാലും രക്ഷപ്പെട്ടു. എങ്ങാനും ഫ്ലഷ് ചെയ്തിരുന്നെങ്കിൽ തന്റെ പണി അതോടെ തീരുമായിരുന്നു. സംശയമുണ്ടോ? സോറി, ഞാനിത് കുറച്ച് ഫാസ്റ്റ് ആയി പോയി. തന്നെ വിളിച്ചോണ്ട് പോകാനാ വന്നത്. എന്തിനാ? കർത്ത, എല്ലാവരുടെയും സുഹൃത്ത വൈദ്യർ ബാലു നിങ്ങളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. വിളിച്ചതായിരിക്കില്ല. അങ്ങേര് എപ്പോഴും സ്ഥിരം പറയുന്ന പോലെ ഇവിടെ വരൂ, ഇവിടെ വരൂ എന്നായിരിക്കും പറഞ്ഞത്. അത് ശരി, ഞാൻ കൺഫ്യൂസ് ആയെന്ന് തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഹണിയും പണിയും വിളിച്ചോണ്ട് വരൂന്ന്. ചൂർണം തയ്യാറാണ്. അതെ, ഞാൻ വീണ്ടും പോയി ചോദിച്ചിട്ട് വന്നേക്കാം. നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചൂർണം തയ്യാറായി, വരൂ. എന്തായാലും ആ കറുത്ത ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ, നമ്മളെ വിളിച്ചിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന്. കഴുതേ, ചൂർണം ഉണ്ടാക്കി കഴിഞ്ഞു. അതേതായാലും ഖന്ന സാറിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കില്ലല്ലോ, ഇവന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതായിരിക്കും. സംശയമുണ്ടോ? എന്നാ വേഗം വാ, ടൈമില്ല. സമയത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സമയം ഉണ്ടാകുകയുള്ളൂ. വരൂ, DVD കണ്ടെത്തണം. കർത്താ, സുഹൃത്താണ്. ഓ, നിന്റെ ബുദ്ധി എന്ന ടവറിൽ ഇപ്പോൾ സിഗ്നൽ വരുന്നില്ല. തിരുമണ്ടനാണ്. അപ്പോൾ ഹണി ആരാണ്? ഹണി നിന്നെക്കാളും വലിയ കഴുതിയാണ്. കണ്ടില്ലേ കൊച്ചലിയ, ഈ നാട്ടുകാരൊക്കെ എന്നെ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ? ഓ, ബാലു വൈദ്യരെ, ചൂർണം റെഡിയാക്കിയോ? ആ, ഇവിടെ നോക്കൂ. ഇവിടെ വരൂ, ഈ ചൂർണം കഴിക്കൂ, എന്നിട്ട് തന്റെ പഴയ രൂപത്തിലെത്തൂ. എടാ, ഈഗിൾ മനുഷ്യനായി മാറാതെ ഇപ്പോൾ പൂച്ചയായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പൂച്ചയുടെ പാലൊഴിച്ചതിൽ റിയാക്ഷനായി എന്നാണ്. ഹലോ ബ്യൂട്ടിഫുൾ, ഇവിടെ ആദ്യമായി വന്നതാണെന്ന് തോന്നുന്നു. രണ്ടെണ്ണത്തിന് ഓരോ തരികയാണെങ്കിൽ രണ്ടെണ്ണം പോയി വല്ല ഷിപ്പിലും വീഴും. പറഞ്ഞേക്കാം. ആദ്യം പ്രാവാക്കി ഒരു പരുവത്തിൽ ഞാൻ അതിനോട് ഇണങ്ങി ചേരുകയായിരുന്നു. ഇപ്പൊ ഇതാ പൂച്ചയാക്കി മാറ്റി. ഇനി ഞാൻ ഇതിനോട് എങ്ങനെ ഇണങ്ങി ചേരും? ഇവിടെ വരൂ, എനിക്ക് ഈ ചൂർണത്തിന്റെ റിയാക്ഷൻ മാറ്റാനായിട്ട് മറ്റൊരു ചൂർണം ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അത് കഴിച്ചാൽ തനിക്ക് മൊത്തത്തിൽ എല്ലാം ശരിയാകും. അങ്ങനെ സംഭവിക്കോ? ആ, അതെ. ഓരോ സയന്റിസ്റ്റുമാരും ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. എനിക്കും അങ്ങനെയാണ് സംഭവിച്ചു പോയത്. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ ആവരുത്. സംഭവം കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇയാളെ കൊണ്ടുപോയി അയാളുടെ പ്ലാൻ ഫെയിലാക്കി ഈഗിളിനെ തിരികെ ഇവിടെ കൊണ്ടാക്കാം. അതെ, നമ്മൾ എങ്ങനെയാണ് ഡിവിഡിയെ കണ്ടെത്തുക? ഈ സിറ്റിയുടെ പുറത്തൊരു സ്ഥലം ഉണ്ടാവും. അവിടെയാ DVD ഉണ്ടാവുക. അവിടെയാ DVDയുടെ വലം കൈ ചമച്ച ഉള്ളത്. അടിപൊളി, കലക്കി, നന്നായിട്ടുണ്ട്. ഇവന് എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ പിന്നീട് ക്രിമിനൽ ആയിട്ട് മാറിയത്. ആദ്യം അവൻ DVDയുടെ മിഠായി ഷോപ്പില് ഫുഡ് സപ്ലൈ ചെയ്യുമായിരുന്നു. DVD ക്രൈം വേൾഡിൽ വന്ന ശേഷം DVD ചംചമിനെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആക്കി മാറ്റി. വരൂ, നമുക്ക് ചംചമിനെ പിടിച്ച് DVDയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇങ്ങോട്ട് നോക്കൂ എന്റെ സ്വീറ്റി. എന്റെ ഈ സ്ട്രോങ് ആംസിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്ന് പോടാ കൊരങ്ങ. അല്ല, പൂച്ചയാണ്. അയ്യോ, അവൻ എന്നെ പ്രാവെന്ന് വിചാരിച്ച് തിന്നാൻ വേണ്ടി വരിക. നോ, എടാ, നീ പ്രാവായിരുന്നു.
ഇപ്പൊ പൂച്ചയായിട്ട് മാറി. നീ പൂച്ചയാണെന്ന് കരുതിയാ ഇപ്പൊ അവൻ വന്നത്. സംശയട്ടോ? അയ്യോ, ഈ വൈദ്യം ബാലു എന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയല്ലോ. മിയാവ്. ഇപ്പൊ ചംചമ്മിനെ നോക്കിയാ മതി, വേറെ ഒരു തെറ്റും സംഭവിക്കരുത്. ഓക്കേ. എടാ മണ്ട, മണ്ടനോ? അതാരാ? എടാ നീ തന്നെയാ. അവന്റെ പേര് ചമച്ചെന്നല്ല, ചംചം എന്നാ. ഇവനാണ് അവൻ. ആ എടാ മോനെ ടൈം പാസ്. നീ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ. എന്നെ കൂട്ട് റെഡി ആയിട്ടില്ല. ഞങ്ങൾക്ക് ഗുഡല്ല, ഡിവിഡിയാ വേണ്ടത്. DVD കട അടുത്തതായിട്ടാവുള്ള. ചംചം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ നീ ആടി വാങ്ങിച്ചു കൂട്ടണ്ട, മനസ്സിലായ? മര്യാദക്ക് പറഞ്ഞോ, DVD എവിടെയാ? സമോസേ, ഗുലാബ് ജാമുൻ, അമ്മാനെ വിടരുത്. ഹലോ ക്യൂട്ടി, സമോസ കഴിക്കുന്നോ? കൊച്ചലിയ, ഞാൻ ദാ ശർക്കര ചട്ടിയിൽ കൊടുങ്ങിയിരിക്കാണ്. സ്പൈ ഈഗിൾ നിന്നെ രക്ഷിക്കാം. എടാ നീ ഞങ്ങളുടെ സൈഡാണോ അതോ യുമാരുടെ സൈഡാണോ? അയ്യോ സോറി, മറന്നുപോയി. പൂച്ചയാണ്. മിയാവ്. ജോർദാർ, ഞാൻ ചംചമ്മിന്റെ പുറകെ പോകാം, നീ ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്ക്. നമ്മൾ കാരണം എല്ലാ പ്ലാനുകളും നശിച്ചു പോയി. സംശയമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ബണി എന്തായാലും അവന്റെ പുറകെ പോയിട്ടുണ്ട്. വേഗം വരൂ. എന്താ ഇത്? ചംചം നിക്ക്, ഞാൻ പിടിച്ചാ നീ എന്റെ ശരിക്കും വാങ്ങിക്കും. അതാ പോകുന്നു. എന്നെ പിടിക്ക്. ചേട്ടാ, നീ എന്തിനാ പുറകെ വരുന്നേ? എടാ ഇതിപ്പോ ചേട്ടനല്ല, ആള് മാറി, ചേച്ചിയാണ്.
ഇനി നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയല്ല. നിന്നോട് ഞങ്ങൾ മര്യാദ ചോദിക്കുകയാണ്. DVD എവിടെയാണെന്ന് പറഞ്ഞേക്ക്. കൂടാതെ അയാളുടെ പ്ലാൻ എന്താണ്? സത്യമായിട്ട് പറയാണ്, പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. DVD എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും വലിയ പ്ലാനാണ്. ശരിയെന്നാ നീ DVD എവിടെ ഉണ്ടെന്ന് പറ. പ്ലാനൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സംശയമുണ്ടോ? അത് പിന്നെ ഞാന് മര്യാദക്ക് പറഞ്ഞോ, നിന്നെ ഞങ്ങൾ വളഞ്ഞിരിക്കാണ്. നിനക്ക് ഇനി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. എടാ കഴുതേ, അവനെ ട്രെയിനിൽ നിന്ന് ചാടാനുള്ള ഐഡിയ കൊടുത്ത എന്തിനാടാ? ഞാൻ കൊടുത്തതല്ലല്ലോ, അവനെ എടുത്തതല്ലേ. ഈ ഞാൻ പോലും അറിയാതെ എന്തൊക്കെ ഐഡിയ പുറത്തു വരുന്നെന്ന് സത്യത്തിൽ എനിക്ക് പോലും മനസ്സിലാവാറില്ല. കൈ കിട്ടിയ കള്ളൻ കടന്നു കളഞ്ഞു. ഇനി ഇപ്പൊ DVD എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒരു പിടിയുമില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. മേഡത്തിന്റെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാലേ മെഡിറ്റേഷന്റെ DVD കിട്ടും. നിനക്ക് നല്ല ശാന്തി കിട്ടും. നിനക്കെല്ലാം തമാശയാണല്ലേ? ഇത് എന്ത് വലിയ ആപത്ത് നടക്കാൻ പോകുന്നെന്ന് അറിയോ നിനക്ക്? നീ പറഞ്ഞത് ശരിയാ. ചംചം പറഞ്ഞ കേട്ടില്ലേ, നാളെ DVD എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നെന്ന്. ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി. സിറ്റി വലിയ ആപത്തിലാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടത് അവരെന്താണ് ചെയ്യാൻ പോകുന്നെന്നാ. പക്ഷെ ഈ കാര്യം അറിയില്ല, എവിടെ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. എന്തൊക്കെയാണെങ്കിലും ശരി, അതിൽ ഒരു കാര്യം റിലേറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് കാര്യമാണ് റിലേറ്റഡ് എന്ന്. ശരി, പൂരി, ചോള, സമോസ, ചോള ടിക്കി. ഹണി, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നോ? അടിപൊളി. എന്നാ ചോളറാമിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 4-5 വാങ്ങിച്ചതാ. ചോളാറാം. അതെ, ചോളാപുരിയിലെ രാജാവ് ചോളാറാം. അദ്ദേഹം ചോളത്തിന്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ കഴിക്കും. നാളെ സ്റ്റേഡിയത്തിലെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് ശേഷം ലഞ്ചും ഉണ്ട്. എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹം ചോളത്തിന്റെ പപ്പടം കഴിക്കുമെന്ന്. കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു കൊടുക്കാന്നേ. താങ്ക് യു കൊച്ചളിയ, നീ പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നിരിക്കുക. അതെയോ? എന്നിട്ടത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കൂട്ടുകാരെ, പ്രോജക്ട് ചോളാറാമിനെ തട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. നാളെ സ്റ്റേഡിയത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നാളെ DVD എന്തോ ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സിറ്റിയിൽ ചോളാറാം കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വലിയ പ്രശ്നവും. സംശയമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. മിയാവ്. തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ സിറ്റിയുടെ പേര് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. പക്ഷെ എങ്ങനെയാ ചെയ്യുക? നമ്മൾ ഇതുവരെ DVD കണ്ടിട്ട് പോലും ഇല്ലല്ലോ. DVD അവന്റെ ഗ്യാങ്ങിനെ കണ്ടുപിടിക്കാനായി ഞാൻ നിങ്ങളെ സഹായിക്കാം. ചംചം, സുരേഷ്, രമേശ്, മഹേഷ് എല്ലാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാനായിട്ട് ഇതുവരെ ഒരു ക്രിമിനലും ജനിച്ചിട്ടില്ല. എന്റെ സ്റ്റൈല് തന്നെ ഒന്ന് വേറെയാ. എന്റെ സ്റ്റൈലും സെയിം ടു സെയിം തന്നെയാണ്. ഈ ഞാനും കണ്ടെത്തും. ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മ്യാവ്. എടാ കഴുതേ, ഇത് DVDയുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. സംശയമുണ്ടോ? എങ്ങനെയാണെങ്കിലും ശരി, നാളെ DVDയെ അവന്റെ ഗ്യാങ്ങിനെയും കണ്ടെത്തിയേ പറ്റൂ. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ചോളാറാം സാർ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. നാളെ രാവിലെ എഴുന്നേറ്റ് സ്റ്റേഡിയത്തിലേക്ക് പോകണം. ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി 1/2 മണിക്കൂറുണ്ട്. അതിനു മുമ്പ് നമുക്ക് DVD ഗ്യാങ്ങിനെ എവിടെയെങ്കിലും കണ്ടെത്തണം. പക്ഷെ അവരെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഈഗിളുണ്ടല്ലോ. ഈഗിള് പറയുമല്ലോ DVD എവിടെ ഉണ്ടെന്ന്. ഞാനേ മനുഷ്യനാണ്, ഗൂഗിൾ അല്ല. എല്ലാ ഇൻഫർമേഷനും കിട്ടാനായിട്ട്. ഇത്ര ജനങ്ങൾക്കിടയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? അതേ മണം, ഇത് അതേ മണമാണ് ആ പലഹാരം ഉണ്ടാക്കിയ സ്ഥലത്ത് കിട്ടിയത്. എടാ, ശർക്കരയല്ല, നമുക്ക് ഗുണ്ടകളെയാണ് വേണ്ടത്. എടാ കഴുതേ, ഇതാ ഗുണ്ടകളുടെ മണം തന്നെയാണ്.
തന്റെ ഈ കോമാളിത്തരം ഞങ്ങൾക്ക് കാണണ്ട. പെട്ടെന്ന് ഗുണ്ടകളെ കാണിച്ചതാ. സംശയമുണ്ടോ? സോറി, വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ മനുഷ്യനല്ല എന്നുള്ള കാര്യം മറന്നുപോയി. മ്യാവ്. മര്യാദയ്ക്ക് പറയടാ, DVD എവിടെയാ? DVD പ്ലെയറിനകത്താണ്. അല്ല, ഇത്രയും വലിയ ആള് DVD പ്ലെയറിന്റെ അകത്ത് എങ്ങനെയാ പോയത്? പോകാൻ കഴിയില്ല. പക്ഷെ അയാൾ എങ്ങനെയാണ് ഡിവിഡിക്ക് അകത്തേക്ക് പോയത്? ഡിവിഡിയുടെ കേസ് അറിയാതെ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കാം. എന്റെ സ്റ്റൈല് തന്നെ വേറെയാണ്. മ്യാവ്. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടാവും. നീ എടുക്കുന്ന ശ്വാസം ഇവിടെ ഉണ്ടാവില്ല. എന്റെ സ്റ്റൈല് തന്നെ വേറെയാ. മ്യാവ്. അയ്യോ. തല്ലിക്കൊള്ളൂ, എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. പക്ഷെ പ്ലാൻ ഒരിക്കലും പാഴാൻ പാടില്ല. ചോള കിഡ്നാപ്പ് ആകും. സമോസയുടെ കാറുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാർക്കിംഗ്. ഡിവിഡി എവിടെയാണെന്ന് പറയേ. ഞാൻ പറയില്ല. ഞാൻ DVD സാറിന്റെ വിശ്വസ്തനാണ്. ഞാൻ പറയില്ല. അവനെ വിട്ടേക്ക്. അവൻ സാധാരണ ഒരു ഗുണ്ടയാ. DVD എന്തായാലും ഇവനോട് പ്ലാൻ ഒന്നും പറയാൻ പോകുന്നില്ല. എടാ കൈലാസ്, നീ ഗ്രീൻ റൂമിൽ തന്നെ ഇരുന്നോ. ശത്രുക്കൾക്കെല്ലാം നമ്മുടെ പ്ലാൻ മനസ്സിലായി. ഗ്രീൻ റൂമിലേക്ക് പോകാം. രക്ഷിക്കണേ, ഞാൻ കുടുങ്ങി. മ്യാവ്. മ്യാവ്. ഒരു കാര്യം നീ മനസ്സിലാക്ക, നീ പൂച്ചയാണ്, മനുഷ്യനല്ല. അത് എപ്പോഴും ഓർമ്മിരിക്കട്ടെ. കൊച്ചലിയ, ഇത് ബേസ്ബോൾ ടീമാണ്. എടാ കഴുതേ, 4 പേരെങ്ങനെയാടാ ടീം ആവുക? ഇത് ഡിവിഡിയുടെ ഗുണ്ടയാ. പിടിക്കവരെ. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? സ്പെഷ്യൽ പവർ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുമ്പോ അവിടെ ഫിസിക്കൽ പവർ എടുക്കണം. സ്പൈ ഈഗിൾ കേട്ട് കഴിഞ്ഞാൽ മിണ്ടാത്തവൻ പോലും വായ തുറന്ന് മിണ്ടും. അതാണ് എന്റെ സ്റ്റൈല്. മ്യാവ്. മര്യാദയ്ക്ക് പറയേ, DVD എവിടെയാണെന്ന് പറയാൻ. അതെവിടെയുണ്ടോ അത് അവിടെ തന്നെ ഉണ്ട്. അതിന്റെ അർത്ഥം വീട്ടിലുണ്ടെന്നാണ്. കഴുതേ, അയാൾ ചോളറാമിനെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ പോയിരിക്കുന്നേ? പിടികിട്ടി. അയാള് ഗ്യാലറിയിലുണ്ടാവും. അയാൾ എന്തിനാ അവിടെ പോകുന്നേ? അയാൾ ഇന്റർനാഷണൽ ക്രിമിനലാണ്. VIP ബോക്സിലാണുള്ളത്. ഞാൻ എന്താ തെറ്റി പറഞ്ഞോ? താങ്ക് യു.
വേഗം വാ, DVD എവിടെയാണെന്ന് പിടികിട്ടിപ്പോയി. കടയിൽ പോയി കാശ് കൊടുത്തെല്ലാം വാങ്ങിയിട്ടുണ്ട്. ചോളാറാം സാർ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സാർ ഓൾ ക്ലിയർ സാർ. എടാ ഫംഗ്ഷൻ തുടങ്ങി, എല്ലാം പെട്ടെന്ന് വേണം. സംശയമുണ്ടോ? സ്പൈ ഈഗിളിന്റെ കണ്ണിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതാ നോക്ക്, VIP ബോക്സിനകത്ത് ചംചം. ഇയാളൊരു ഗുണ്ടയല്ലേ? ഇയാൾക്കാരാണ് അങ്ങോട്ട് പോകാൻ VIP പാസ് കൊടുത്തത്. എടാ, അയാള് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്നാൽ ഈ DVD എവിടെയാണ് പോയത്? അവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കാം. പ്രിയമുള്ള ജനങ്ങളെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ഈ സിറ്റിക്കും നമ്മുടെ ഈ നാടിനും സുന്ദരമായ ഒരു സുദിനമായിരിക്കും. 2 രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പാലമാണ് പണിയാൻ പോകുന്നത്. അല്ല, ഇവിടെ പാലം പണിയാന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മാച്ച് നടക്കുക? എടാ കഴുതേ, ഇവിടെ എന്ന് വെച്ചാലേ സ്റ്റേഡിയത്തിൽ നിന്നല്ല, നമ്മുടെ സിറ്റിയിൽ നിന്ന്. സംശയമുണ്ടോ? എല്ലാവർക്കും എന്താ സന്തോഷമായില്ലേ? ഇതാണ് എന്റെ സമ്മാനം. ഇനി എല്ലാവർക്കും ആഹാരത്തിനായി ചോള തരും. എന്താ നിങ്ങൾ കഴിക്കില്ലേ? ഞാൻ DVD നോക്കാം, നിങ്ങൾ ചംചമിനെ നോക്കിക്കോ. മാറി നിൽക്ക്. ചോളാറാമിന്റെ ജീവൻ അപകടത്തിലാണോ? നിങ്ങൾ എന്താ ചെയ്തത്? എന്റെ കൈ കാലം എവിടെ പോയി? പിടിക്ക് DVD. അതുപോലെ അവന്റെ ഡാറ്റ്സിനെയും സൂക്ഷിക്കണം. നിൽക്ക്, ഇല്ലെങ്കിൽ ചോളാറാമിനെ ഈ ചായക്ക് മാറ്റി ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഞാൻ ആ കാര്യം മറന്നുപോയി. നീ എന്റെ തടവുകാരനല്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ കളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മുതൽ ജയിലിനകത്ത് പോകാൻ പോവാണ്. കൊച്ചളിയ, എന്തായാലും ഇന്ന് ഈ DVD കിട്ടെ, നമുക്കൊരു പണി കൊടുക്കണം. അവനെ വിട്. ഡോട്ട്സ് വെച്ച് അവനാണ് എല്ലാരും ശരിയാക്കി എടുക്കേണ്ടത്. സൈനിക് ഞാനാണ്. ഇവൻ ഹലുമ വിൽക്കുന്നവനാ. തല്ല്. എന്നെ വിട്, എന്നെ വിട്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിയാക്കുന്ന തോന്നുന്നത്. എന്നെ വിട്. അയ്യോ ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിക്ക്. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു സയന്റിസ്റ്റ് അല്ലേ. എല്ലാവർക്കും പെട്ടെന്നൊന്ന് ആന്റിഡോട്ട് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ ഈ ഉപകാരം ഈ ലോകം ഒരിക്കലും മറക്കില്ല. എല്ലാം റെഡിയാണ്. നിങ്ങൾ ലൈനിൽ വരൂ. സബാഷ് കുട്ടികളെ, നിങ്ങൾ നമ്മുടെ സിറ്റിയെ വലിയ ആപത്തിൽ നിന്നാണ് രക്ഷിച്ചിരിക്കുന്നത്. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ കാരണമാ ഞാൻ വീണ്ടും സൂപ്പർ ഈഗിളായിട്ട് മാറിയത്. വാവ്,
എന്റെ സ്റ്റൈൽ തന്നെ വേറെയാണ്. വാവ് 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 വാവ്. ഇവിടെ വരൂ. എന്നിട്ട് വേഗം തന്നെ ഈ ചൂർണം കഴിക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ മാറും. പൂച്ചയിൽ നിന്ന് വേഗം തന്നെ ഈഗിളായി മാറൂ. അത് പോട്ടെ, താൻ ആരാണ്? ഇതാണ് ഗ്രേറ്റ് ഈഗിൾ സൂപ്പർ സ്പൈ. അല്ല, ഇദ്ദേഹം മനുഷ്യനാണല്ലോ. എന്റെ ചേട്ടാ, എന്റെ പേരാണ് ഈഗിൾ. ഞാൻ മനുഷ്യനാണ്. എന്റെ സ്റ്റൈൽ തന്നെ ഒന്ന് വേറെയാണ്. എന്തായാലും നന്നായി. സയന്റിസ്റ്റ് നിനക്ക് ആദ്യം തന്നെ ആന്റിഡോട്ട് തന്നത്. അല്ലെങ്കിൽ ഈ ബാലുവെന്തിന് താങ്കളെ ശരിക്കും ഒരു ഈഗിളാക്കി മാറ്റിയേ. അതെ, ഇൻസ്പെക്ടർ പാണ്ടയ്ക്കും ആന്റിഡോട്ട് കൊടുക്കണം. ഓ എടാ മരക്കഴുതേ, ഇൻസ്പെക്ടർ പാണ്ട അതാ വിളിക്കുന്നത്. അത് ശരിക്കുള്ള പാമ്പാ. എന്റെ അമ്മച്ചി, അയ്യോ. സിഗ്നൽ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ സയന്റിസ്റ്റ് പീക്ക പീക്ക ഭൂമിയിലുണ്ട്. ഭൂമിയിൽ പോയി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. വേഗം വാ. ഒടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇനി നേരെ പോയി സയന്റിസ്റ്റ് പിങ്ക പിക്കായെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ സ്വന്തം ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. പച്ചക്കറി കട കാണുമ്പോൾ ഒന്ന് നിർത്തണേ ഹണി. അല്ല, ഏത് പച്ചക്കറി കടയിലാണ് നിർത്തണ്ടേ? ആദ്യം പാവയ്ക്ക കിട്ടുന്ന കടയിൽ നിർത്തണം. അതിനുശേഷം പടവലങ്ങ ഉള്ള കടയില്. എടാ, എല്ലാ കടയിലും എല്ലാ പച്ചക്കറികളും കിട്ടും. എവിടെയെങ്കിലും നല്ല പച്ചക്കറി കട കണ്ടാ നിർത്തിക്കോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേയാളവിടെ, അയാൾ പൈപ്പിച്ചെന്ന് ഇടിച്ചായിരുന്നല്ലോ. കൂട്ടുകാരെ, തീർച്ചയായിട്ടും അയാൾക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. അയാളെ വേഗം അന്വേഷിച്ച് കണ്ടെത്തണം. ഈ ഹണിയാണെങ്കിൽ എന്റെ സ്കൂട്ടറിനെ മൊത്തത്തിൽ നശിപ്പിച്ചു വെച്ചു. ആ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ അയാളെ അന്വേഷിച്ചിട്ട് വാ. ഞാൻ അപ്പോഴേക്കും സ്കൂട്ടർ ശരിയാക്കാം. പിന്തുക്കളെ, ചിന്തുക്കളെ, നമ്മളുടെ ഷിപ്പ് ഡാമേജ് ആയിരിക്കുകയാണ്. അതെ ഇണ്ടുക്കൂടെ, സ്പേസ്ഷിപ്പ് ഇല്ലാതെ നമ്മുടെ സയന്റിസ്റ്റ് ആയ പിങ്കായി നമുക്ക് ഒരിക്കലും കണ്ടെത്താനാവില്ല. അതെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? സയന്റിസ്റ്റിനെ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരെ കണ്ടെത്തുക? സയന്റിസ്റ്റിനെ തന്നെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതിനുവേണ്ടിയല്ലേ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് നമ്മൾ അയച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ടാ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ തലച്ചോറിൽ മലയാള ഭാഷയും ഡൗൺലോഡ് ചെയ്തായിരുന്നു. മാത്രമല്ല ഭൂമിയിൽ ഞങ്ങൾ പോയിരുന്നു. പക്ഷെ ദാ ഇപ്പൊ ഈ സ്പേസ് ഷിപ്പ് ഡാമേജ് ആയിരിക്കുകയാണ്. നമ്മുടെ സ്പേസ് ഷിപ്പ് റിപ്പയർ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിപ്പയർ. റൈറ്റ് ഡിസിഷൻ. വേഗം വാ. അതാണ് പ്രോബ്ലമാറ്റിക് സോൺ. ഒരു ജോലി പോലും നിങ്ങൾക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റില്ലേ?
മര്യാദയ്ക്ക് ജോലിയിൽ ശ്രദ്ധിക്ക. മിക്കവാറും ഈ റോൾ ഇതിൽ നിന്ന് മാറ്റേണ്ടി വരും. റൈറ്റ്. തീർന്നോ? ഇനി വേഗം വാ. ഭൂമിയിലുള്ള മനുഷ്യർ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് വേഗം നമ്മുടെ സയന്റിസ്റ്റ് പിങ്ക പിക്കയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുവരണം. ഇതാ GPS ബ്ലിങ്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ സയന്റിസ്റ്റ് പിങ്ക പിക്ക അടുത്തെവിടെയോ ഉണ്ടെന്നാണ്. വേഗം വാ. ഇൻസ്പെക്ടർ പാണ്ട, ന്യൂസ് വായിച്ചോ? അതെ സാർ, ഉള്ളിക്ക് 80 രൂപ ഇരിക്കുകയാണ്. അത് ശരി. അപ്പൊ തനിക്ക് ഉള്ളിയെ കുറിച്ചാണോ ചിന്ത? നഗരത്തിൽ ഏലിയൻസ് വന്നിട്ടുണ്ട്. എന്താ? സ്പേസ് സെന്ററിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഒരു UFO നമ്മുടെ നഗരത്തിനടുത്തായി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഓക്കെ സാർ, എനിക്ക് എന്താ ഓർഡറാണ് തരാൻ പോകുന്നത്? താൻ ആ ഏലിയനെ പോയി കണ്ടുപിടിച്ചിട്ട് കുട്ടിയും കോലും കളിക്ക്. സ്റ്റൂപ്പിഡ്, വേഗം അന്വേഷിക്കുന്നതിനെ. ഇൻസ്പെക്ടർ പാണ്ട, ഇവിടെ ഒരു ഇൻസ്പെക്ടർ പാണ്ട. താങ്കളുടെ സാലറി ജസ്റ്റിഫൈ ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. നഗരത്തിലുള്ള ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി താങ്കൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. അതെ, തീർച്ചയായും. ഞാൻ ആ സ്പേസ് ഷിപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കുന്തം പോയി കഴിഞ്ഞാൽ കുടത്തിൽ എന്തിനാണ് തപ്പുന്നത്? സ്റ്റെതസ്കോപ്പ് ആണ് പോയിരിക്കുന്നത്. പിന്നെന്തിനാ സ്പേസ് ഷിപ്പ് അന്വേഷിക്കുന്നത്? അതെ, നിങ്ങൾ സ്റ്റെതസ്കോപ്പ് അന്വേഷിക്കൂ. സാർ, സ്റ്റെതസ്കോപ്പ് ആണ് അന്വേഷിക്കേണ്ടത്. അതിന്റെ പേരെന്താണെങ്കിലും ശരി, അന്വേഷിക്ക്. ആ സ്റ്റെതസ്കോപ്പ് ആകാശത്ത് നിന്ന് താഴെ വീണു. എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയതായിരിക്കും. അവൻ താഴെയിട്ടതാണ്. ഈ സ്പേസ് ഷിപ്പിനെ എങ്ങനെയാണ് പറന്ന് റാഞ്ചിക്കൊണ്ട് പോകുന്നത്? പാണ്ഡ സാറേ, ഈ സ്റ്റെതസ്കോപ്പിന്റെ കാര്യത്തിനിടയിൽ ഈ സ്പേസ് ഷിപ്പ് എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് സ്റ്റെതസ്കോപ്പ് ആണെന്ന്? ഇവിടെ ഒരു അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് എന്റെ സ്റ്റെതസ്കോപ്പ് അല്ലേ? അപ്പോ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലേ? ഓ, അപ്പൊ തന്റെയാണോ? അത് എപ്പോ മുതലാ? എപ്പോഴാണോ ഞാനത് വാങ്ങിച്ചത് അപ്പൊ തുടങ്ങി. നിങ്ങളത് വെച്ച് എന്താ ചെയ്യുന്നത്? ഇവിടെ വരൂ. ഞാനത് TV-യിൽ വെച്ചിട്ട് മ്യൂസിക് കേൾക്കാറുണ്ട്. മനുഷ്യന്റെ മുഖമുള്ള കഴുതെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലേ? ഞാൻ ചോദിച്ചത് ഡോക്ടർക്ക് സ്പേസ് ഷിപ്പുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നാണ്. പാണ്ട, ഇവിടെ വരൂ. ഇയാൾ ഇത് എന്ത് മനുഷ്യനാണ്? ഇയാൾ സത്യത്തിൽ ഒരു മരമണ്ടനാണ്. ഞാൻ പറയുന്നത് സ്റ്റെതസ്കോപ്പിന്റെ കാര്യമാണ്. അതിനിടയ്ക്ക് ഇയാൾ സ്പേസ് ഷിപ്പ് കുത്തിക്കയറ്റാൻ നോക്കുകയാണ്. അല്ല, ഈ സ്പേസ് ഷിപ്പ് ഇതെവിടെ നിന്നാണ് വരുന്നത്? ഈ ശൂന്യാകാശത്തു നിന്നാണ് സ്പേസ് ഷിപ്പ് വന്നിരിക്കുന്നത്. സ്പേസ് ഷിപ്പിനെയാണോ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്? അപ്പൊ പിന്നെ സ്പേസ് സെന്ററിനെ ക്ലിനിക് എന്നാണ് പറയുന്നത്? അല്ല സാറേ, ഒരു മിനിറ്റ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. തൽക്കാലം ഈ സ്പേസ് ഷിപ്പിന്റെ കാര്യം വിട്. ഡോക്ടർ ബാലുവിന്റെ സ്റ്റെതസ്കോപ്പ് മോഷണം പോയിരിക്കുകയാണ്. അതിനൊരു കംപ്ലൈന്റ് എഴുതണം. നിർത്താൻ. നഗരത്തിൽ സ്പേസ് ഷിപ്പ് വന്നിരിക്കുകയാണ്. ചിലപ്പോ ഏലിയൻസ് ഉണ്ടാവും. അപ്പോഴാണ് നിങ്ങളുടെ ഒരു സ്റ്റെതസ്കോപ്പ്. ഇപ്പൊ ഈ നഗരം അപകടത്തിലാണ്. നഗരം എന്തിലാന്നാ പറഞ്ഞ? അപകടം, അതായത് ഡേഞ്ചർ. ഇവിടെ വരൂ. ഞങ്ങളുള്ളപ്പോൾ ഈ നഗരത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഇൻസ്പെക്ടർ പാണ്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. പറയൂ, എവിടെയാണ് ഏലിയൻ?
ആഹാ, ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അതെ, ആദ്യമായിട്ടാണ് നീ ഒരു സത്യം പറയുന്നത്. ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മനുഷ്യരുടെ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറണം. അപ്പൊ നീ ആദ്യം മാറ്, അതിനുശേഷം ഞാൻ മാറാം. എന്നിട്ട് ഞാൻ മാറും, അതല്ല നല്ലത്. ഓഹോ, മരക്കഴുതകളെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് കോപ്പി ചെയ്യണമെന്ന്? ഓ, ഞാൻ മനുഷ്യരെ കോപ്പി ചെയ്യാനല്ലടാ പറഞ്ഞത്, അല്ലാതെ അന്യോന്യം കോപ്പി ചെയ്യാനല്ല. എനിക്കും ഇയാളെ സന്തോഷിപ്പിക്കണം, എങ്കിൽ പിന്നെ ഞാനും പണം കൊടുക്കും. ഈ കള്ളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരും ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓടി രക്ഷപ്പെടേണ്ടി വരും. എടോ, നമുക്കല്ല, സ്പേസ് ഷിപ്പിനെ ഇവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്ന്. അയ്യോ, ഓടിക്കോ ഓടിക്കോ. അയ്യോ, രക്ഷിക്കട്ടെ, എന്നെ വെറുതെ അവനെങ്ങാനും കൈ കിട്ടി കഴിഞ്ഞാൽ വെറുതെ വിടരുത്. മോഷ്ടിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് രണ്ട് പ്രശ്നങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. നമ്മൾ സ്പേസ് ഷിപ്പാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കള്ളനെ പിടിക്കേണ്ട അവസ്ഥയാണല്ലോ. വേഗം വാ. ഈ സ്കൂട്ടർ എന്തായാലും ശരിയാക്കി കിട്ടി. നാളെ കേടായ സൈക്കിളും കൂടി ശരിയാക്കി കിട്ടിയാ ഓക്കെ ആവും. ഇയാള് നല്ല പരിചയമുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഇയാളല്ലേ? അപ്പൊ ഞാൻ ഇയാളെ തീർച്ചയായിട്ടും ഇപ്പൊ സഹായിക്കണം. കൂട്ടുകാരാ, ഇവിടെ അതെ കൂട്ടുകാരാ, ഞാൻ. കൂട്ടുകാരാ, ഇന്ന് രാവിലെ നിങ്ങളല്ലേ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. എങ്കിൽ കൂട്ടുകാരാ, നീ എന്റെ ജീവൻ രക്ഷിക്ക്. എന്നാ പിന്നെ വേഗം വാ, വന്നീ വണ്ടി കേറ്. എങ്ങോട്ട് പോയവൻ? രക്ഷപ്പെട്ടതാണ് തോന്നുന്നത്. വരൂ, നമുക്ക് പോയി സ്പേസ് ഷിപ്പ് അന്വേഷിക്കാം. അല്ല, അവരൊക്കെ എന്തിനാ നിങ്ങളുടെ പുറകെ ഓടി വന്നത്? കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഞാൻ വിചാരിച്ച അവര് നിങ്ങളുടെ പുറകെ ഓടി വരുമായിരുന്നെന്നാണ്. അയ്യോ അല്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഓടേണ്ട കാര്യം എന്തായിരുന്നു? അതെനിക്കറിയില്ല. അവർ കുള്ളൻ കുള്ളൻ എന്ന് വിളിച്ചു. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് കുള്ളനാണെന്ന് തോന്നുന്നില്ലല്ലോ. കുള്ളന്മാർക്ക് സാധാരണ പൊക്കം കുറവല്ലേ? ഇനി ചിലപ്പോ അവർക്ക് എന്നെ കണ്ടപ്പോ കുള്ളനായി തോന്നിക്കാണും. അതാ കൂടുതൽ സംസാരിച്ച ആൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. സോറി, ഞാൻ അതിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. അല്ല, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഡീറ്റെയിൽസ് ട്രാക്കറുടെ ലെഫ്റ്റ് ആണ് കാണിക്കുന്നത്. പിങ്ക പിങ്ക മിക്കവാറും അവിടെ ആയിരിക്കും. ഇതൊന്ന് നിന്നാലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റോ? അല്ല, നമ്മൾ ഇതെവിടെയാ എത്തിയത്? എന്തായാലും അകത്തേക്ക് വാ. എന്റെ കൂട്ടുകാർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ഒരുപാട് സന്തോഷിക്കും. കേറി വാ. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, പിന്നെ ഒരിക്കൽ കേറാം. പ്ലീസ് ഒന്ന് അവിടം വരെ വന്നിട്ട് തിരിച്ചു പൊക്കോ. എന്തുപറ്റി? അറിയില്ല. ഇവൻ എന്റെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗാ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ പിടിച്ച ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാവോ? പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ് ഉണ്ടാവുന്നില്ലല്ലോ. കൂട്ടുകാരെ, ഇതാ നോക്കിയേ ഞാൻ ആരെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. രാവിലെ താങ്കൾ പെട്ടെന്ന് പോയി. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഒരിടത്തും കണ്ടില്ല. താങ്കളുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ.
ഇല്ല. വരൂ ഞങ്ങളോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചില്ലി ചീസ് ടോസ്റ്റും പിന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരിൽ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? അല്ല, ഈ നന്ദി എന്ന് വെച്ചാൽ എന്താണ്? അതറിയില്ല, ഞാനും ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ അറിവിൽ ആരുടെയെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനാണ് നന്ദി പറയാറുള്ളത്. ഇവരാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്? അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ആ സയന്റിസ്റ്റിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ദാ പിങ്ക പിങ്ക, അടുത്ത എവിടെയോ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. ഹായ്, ഞാൻ ബണ്ണി. ആ ആ, ഇത് ഹണി, ഇത് ജോർദാർ, ഇത് പോപ്പൺ. ഞാൻ സ്പേസ് ഷിപ്പ്. സോറി, അബദ്ധത്തിൽ വായുന്നത് വീട് പോയതാണ്. അല്ല, നിങ്ങൾ എന്തിനെ സോറി പറയുന്നത്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആ ടോക്ക് ബാക്ക് ഒന്ന് ഓഫ് ചെയ്യേ. അയ്യോ, സത്യത്തിൽ നിങ്ങളോടല്ല പറഞ്ഞത്. പിന്നെ ആരോടാ ഈ പറയുന്നേ? എനിക്കിപ്പൊ തന്നെ പോണം. ഹായ്. ഹായ് എന്നല്ല, ബൈ എന്ന സാധാരണ പറയാറ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊയ്ക്കോളൂ. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് കുറച്ച് കൂലിയുണ്ട്. കൂലി എന്നല്ല, ജോലി എന്നാണ് പറയേണ്ടത്. പ്ലീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. ഇവൻ എന്റെ കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ ഇമോഷണലി ഫീലിംഗ് എന്തുകൊണ്ടാ വരുന്നെന്ന് മനസ്സിലാകത്തില്ലല്ലോ. നിനക്കും വന്നോ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ്? ഇല്ല. പ്ലീസ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോന്നേ. വീണ്ടും വരുന്നു. ഇവൻ എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ എനിക്ക് ഇവൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാനാണ് തോന്നുന്നത്. ഇവനെ തൊടുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അയ്യോ, ഇതിലെന്റെ കാലാകെ ഒട്ടിപ്പിടിച്ചല്ലോ. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ദാ ഈ ഇരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് കൂടി ഒന്ന് കുടിച്ചു നോക്ക്. അയ്യോ, നമ്മള് കുടുങ്ങി. അയ്യോ, എന്താ ഈ സാധനം? ഇത് ചീസാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ത് കുന്തമാണ്? ഈ സാധനത്തിനാണ് ചീസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഭൂമിയിലുള്ളവർ കഴിക്കുന്നതാണ്. നിങ്ങൾ കഴിച്ചത് തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കുടിക്കൂ, ജ്യൂസ് ഉടൻ തന്നെ കുടിക്കൂ. അയ്യോ അയ്യോ, പോകുന്നില്ലല്ലോ ഇത്. അയ്യോ, ഇനിയിപ്പോ ഈ വരുന്നത് എന്ത് പണിയാണോ എന്തോ. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ സ്പേസ് ഷിപ്പ് ഇനി അധികം ജ്യൂസ് കുടിക്കാൻ പാടില്ല. ഓ, പറഞ്ഞത് ശരിയാണ്. പക്ഷെ ജ്യൂസ് കുടിക്കുന്നത് നമ്മൾ എങ്ങനെ തടയും? അതെ അതെ, കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുകയാണ്. എന്താ ഇഷ്ടപ്പെട്ടോ? അല്പം കൂടി വേഗം കുടിക്കൂ. ഓ,
മധുരമുള്ള വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളം മിഷനകത്തോട്ട് കയറുന്നുണ്ട്. നമുക്കിതങ്ങ് കുടിച്ച് പറ്റിച്ചാലോ? ഇത് മുഴുവൻ നമ്മൾ എങ്ങനെ കുടിച്ചു പറ്റിക്കാനാണ്? വേറെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. സർദാറെ, എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഇഷ്ടമായെന്നാണ്. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇയാള് നോർമൽ ആണെന്ന് തോന്നുന്നില്ല. വാ നമുക്ക് പോയി നോക്കാം. ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നതേ ആ ചില്ലി ചീസ് ടോസ്റ്റിൽ ചില്ലി കൂടി പോയെന്നാണ്. ഇടയ്ക്ക് നമ്മുടെ പോപ്പട്ടും ചില്ലി ടോസ്റ്റ് എന്നിട്ട് ദാ ഇതേപോലെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനത് പലപ്പോഴും കൺട്രോൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇയാളെ ഇപ്പൊ എങ്ങനെ കൺട്രോൾ ചെയ്യാ? ഇത്രയും ശക്തിയോ? ഇയാൾ എലിയൻ തന്നെയാണ്. പിടിക്കൂ. ഇതെന്തായി സംഭവിക്കുന്നേ? കവിത കേൾക്കൂ, കൈയടിക്കൂ, കട്ടാക്ക്. ഏലിയന്റെ വകയാണ് ഈ അറ്റാക്ക്. അടി കൈ. ഏലിയൻ? അതെ, സ്പേസ് സെന്ററിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പട്ടണത്തിൽ എവിടെയോ സ്പേസ്ഷിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ കമ്മീഷണർ സാറേ, ഞങ്ങൾ ഏലിയൻസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവൻ വളരെ അപകടകാരിയാണ്. ഉടൻ തന്നെ ഫോഴ്സുമായിട്ട് ഇങ്ങോട്ടേക്ക് വരൂ. ഞങ്ങൾ മാർക്കറ്റിന്റെ അടുത്തുണ്ട്. ഇവിടെ ഒരു കേൾക്കൂ ഏലിയൻ, താൻ ഒന്നാണോ അതോ മില്യൻ? അത് ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പോലീസിന്റെ നല്ല അടിവാങ്ങും, തുണിച്ചു നിർത്തിയുള്ള ഇടിവാങ്ങും, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ കീഴടങ്ങും. അങ്ങനെയല്ലെങ്കിൽ കയ്യും കാലും കൂട്ടിക്കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. പറഞ്ഞേക്കാം. വേഗം പിടിക്കവനെ. സൂക്ഷിച്ച്, ഇവൻ വളരെ അപകടകാരിയാണ്. അവൻ ഓടി രക്ഷപ്പെടുകയാ. പിടിക്കവനെ. ചിട്ടുക്കളെ, വേഗം ഡ്രെയിനേജ് സിസ്റ്റം ഓൺ ചെയ്യൂ. അതെന്തിന്റെയോ?
സ്പേസ് ഷിപ്പിന്റെ ആണോ മരം കഴുതേ? ദേ നോക്ക്, അയാളുടെ ചെവിയിൽ നിന്ന് എന്തോ വീഴുന്നു. ദേ അവിടെ. നോക്ക്, അവരെല്ലാരും കൂടി ആ പാവ എലിയെ തല്ലി കൊല്ലുവാണ്. ചെറുതാണെങ്കിലും പക്ഷെ അവർ അപകടകാരികളാ. വേഗം വാ, നമുക്ക് അവരെ പിടിക്കണം. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? നോക്ക്, ചെറിയ ചെറിയ ഏലിയൻസ്. രക്ഷിക്കണേ, ഞാൻ ഇതിൽ ഒട്ടിപ്പിടിച്ചു പോയേ. വേഗം ഓടിക്കോ. അയ്യോ, അവന്മാരത്തെ ഓടുകയാണ്. നിക്കടാ അവിടെ. നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എടാ മരം കഴുതേ, നമ്മളെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിട്ടാ അവന്മാര് നിൽക്കാൻ പറഞ്ഞത്. ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഇവന്മാരെന്നെ ആകെ കൺഫ്യൂഷൻ ആക്കുമല്ലോ. നിൽക്കവിടെ, അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യും. കമ്മീഷണർ ഇവിടെ വരൂ. തനിക്കെന്താ തലയ്ക്ക് നല്ല സുഖമില്ലെന്നുണ്ടോ? അയാൾ അവിടെ നിന്ന് അനങ്ങുന്നതേയില്ല. പിന്നെന്തിനാണിത് റിപ്പീറ്റ് ചെയ്യുന്നത്? സത്യത്തിൽ നിങ്ങളെ ആരാണ് കമ്മീഷണർ ആക്കിയത്? അറസ്റ്റ് ചെയ്യുക. റിയാലിറ്റി ഷോയിൽ കുട്ടികൾ പാടുന്നു. ദാ അങ്ങോട്ട് നോക്ക്, ചെറിയ ചെറിയ ഏലിയൻസ് ഓടി രക്ഷപ്പെടുന്നു. അടി കൈ. വേഗം പിടിക്കാവുമാരെ. ഹലോ, ഈ വണ്ടി വളരെ ഫാസ്റ്റ് ആണ്. നമുക്കിതിനെ നമ്മുടെ ഗ്രഹത്തിലോട്ട് കൊണ്ടുപോകാം. എടാ ഇത് വണ്ടിയൊന്നുമല്ല, ഇതിനെ ഇവിടെ പട്ടി എന്നാണ് പറയുന്നത്. അല്ല, പട്ടിയിലല്ലേ നമ്മൾ ഭക്ഷണം വെക്കുന്നത്. എടാ കഴുതേ, അതിനെ ചട്ടി എന്നാണ് പറയുന്നത്. അവരെ കിടന്ന് എന്തൊരു ചെറുതാണെന്ന് നോക്കിയാൽ നല്ല രസമുണ്ട്. പക്ഷെ അവർ അപകടകാരികളാ. വേഗം പിടിക്കവരെ. അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇവരുടെ കൂടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ അവരുടെ കൂടെ ഓടിച്ചിട്ടല്ലേ കളിക്കുന്നത്. പിടിക്കവന്മാരെ. വേഗം ഓടിക്കോ. നിങ്ങൾ വെറുതെ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. മണ്ടന്മാര്, ഞങ്ങളെന്താ വല്ല കുരങ്ങന്മാരുമാണ് മരത്തിലൂടെ ചാടി ചാടി രക്ഷപ്പെടാനായിട്ട്? അവർ ചാടി ചാടി രക്ഷപ്പെടുന്ന കാര്യമല്ല പറഞ്ഞത്, ഓടി രക്ഷപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പിന്തുക്കളെ നമ്മൾ ഓടി രക്ഷപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പെട്ടു പോകില്ലേ? അതെ, അവര് പറയുന്നത് കേൾക്കരുത്. വേഗം ഓടി രക്ഷപ്പെടാം. നിൽക്കാനാ പറഞ്ഞത്. അയ്യോ, ഒളിക്കാനല്ല നിൽക്കാനാ അവര് പറഞ്ഞത്. ഒന്ന് നിൽക്കൂ, ഓടിയതൊക്കെ മതി. അവിടെ നിൽക്ക്, ഇവര് വളരെ നല്ലവരാണ്. ഇതിനു മുമ്പും ഇവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും സഹായിക്കാം. നിങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ നഗരം നശിപ്പിക്കാനാണ് ശ്രമിച്ചത്, സംശയമുണ്ടോ? അയ്യോ അല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ജ്യൂസ് കാരണം സ്പേസിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടായി. പിന്നീട് ഷിപ്പ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി. എല്ലാം ആ ജ്യൂസ് കാരണമാണ് ഉണ്ടായത്. മേഡം പറയുന്നത് വളരെ ശരിയാണ്. ഈ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള സാധനമാണ്. ഞങ്ങൾ സമാധാനപ്രിയരാണ്. ഇപ്പോൾ പ്രശ്നത്തിലാണ്. ദയവേത് ഞങ്ങളെ സഹായിക്കണം. ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളോട് തന്നെ സഹായം ചോദിക്കുകയാണോ? ഞങ്ങളുടെ ചെവിയുടെ ജനാലിക്ക് അടുത്ത് വന്നുള്ള തന്റെ ഈ കവിത കൊണ്ടുള്ള അലക്ക് നിർത്തൂ, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. ഇനി ഇവര് പറയുന്നത് കേൾക്കൂ. ഇവരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവരെ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടു. ഇവർ നല്ലവരാണ്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ അല്ല. പ്ലീസ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതെ കൊച്ചളിയ, ഇവര് വളരെ നല്ലവരാണ്.
നമ്മൾ ഇവരെ സഹായിക്കാണ് വേണ്ടത്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കൂ. ഞങ്ങൾ ആയുധങ്ങളൊന്നും കൊണ്ട് നടക്കാറില്ല, യുദ്ധവും ചെയ്യാറില്ല. നിങ്ങൾ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ഞാനാണ് മേജർ ഇന്ദുക്ലേ, ഇത് ലെഫ്റ്റനന്റ് ചിന്തുക്ലേ, ഇത് റൈറ്റ്നന്റ് പിന്തുക്ലേ. ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനറ്റിന്റെ ആർമിയിൽ നിന്നാണ്. ഇയാളെ കണ്ടിട്ട് ആർമി ഓഫീസർ ആയിട്ടല്ല, സർക്കസിലെ ജോക്കറായിട്ടാ തോന്നുന്നത്. സംശയമുണ്ടോ? ഞങ്ങൾ ഭൂമിയിലേക്ക് ഞങ്ങളുടെ സയന്റിസ്റ്റിനെ അന്വേഷിച്ചാണ് വന്നത്. അദ്ദേഹം റിസർച്ചിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പേസ് ഷിപ്പ് ഒരു ആന തിന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചാണ് വന്നത്. ഇപ്പതാ ഞങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോ ഞങ്ങളെ ഉദ്ദേശിച്ച് ഞങ്ങളുടെ കൂട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ ഗ്രഹത്തിലുള്ളവരെല്ലാം ഇങ്ങോട്ട് വരും. അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ തന്നെ കഴിയേണ്ടി വരും. അതെ, ഇൻടുക്കളെ ചിൻടുക്കളെ പിൻടുക്കളെ, നിങ്ങളുടെ സയന്റിസ്റ്റിനെ നിങ്ങൾ ഇപ്പൊ എവിടെ ചെന്ന് അന്വേഷിക്കാൻ പോകുന്നേ? APS ട്രാക്കിലേക്ക് സിഗ്നൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗജറ്റ് ഉണ്ട്. അതുമൂലം നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തും. എന്താ പ്രയോജനം? അദ്ദേഹത്തെ കണ്ടെത്തിയാലും എങ്ങനെ നമ്മൾ അവിടെ എത്തുക? ആ സ്പേസ് ഷിപ്പ് ഇവര് പിടിച്ചെടുത്തില്ലേ? അത് ഞങ്ങൾ ശരിയാക്കി തരാം. ആദ്യം നിങ്ങളുടെ സയന്റിസ്റ്റിനെ കണ്ടുപിടിക്കണം. വരൂ. ഇനി വല്ല പല്ലിയോ എലിയോ അയാളെ തിന്നുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. പോകാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ ഏലിയൻസ് ആണ്. ഇവരെ നമ്മൾ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇവര് വളരെ നല്ലവരാണ്. സത്യത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പൊ ഇവരെ നമ്മൾ സഹായിക്കാണ് വേണ്ടത്. എന്റെ മനസ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. വരൂ, നമുക്കിത് മനസ്സ് പറയും പോലെ കേൾക്കാം. ഇവിടെ സിഗ്നൽ സ്ട്രോങ് ആണ്. ആ സയന്റിസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. സംശയമുണ്ടോ? പിങ്ക പിക്ക പിങ്ക പിക്ക ഹോ 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 ഹോ. പിങ്ക 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 ഓ ഹോ ഹോ ഹോ. പിങ്ക 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 ഓ ഹോ ഹോ ഹോ. ഇപ്പോഴും സയന്റിസ്റ്റിനെ കണ്ടുകിട്ടിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്? അയ്യോ, ഇതാ പാട്ടായിരുന്നോ? ഞങ്ങളെ സയന്റിസ്റ്റിനെ വിളിച്ചതാണ്. ഇങ്ങനെയോ? അത് അദ്ദേഹത്തിന്റെ പേര് പിങ്ക പിങ്ക എന്നാണ്. പിങ്ക 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 ഓ ഓ ഓ ഓ. പിങ്ക പിക്ക പിങ്ക പിക്ക ഹോ 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 ഹോ. പിങ്ക 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 ഓ ഹോ ഹോ ഹോ. ഓ ഹോ ഹോ ഹോ. ദാ നിൽക്കുന്നു. പിങ്ക പിക്ക, ഞങ്ങൾ ദാ വരുന്നു. ഞാനെന്താ വരികയാണ്. എവിടെ പോയി? ഞാൻ ദാ ഇവിടെ ഉണ്ട്. അല്ല, വീണ്ടും ഇത് എവിടെ പോയി? ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇതെങ്ങോട്ടാ പോയത്? ഞാൻ ദാ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഈ പിങ്ക പിങ്ക അങ്ങോട്ട് എന്തിനാണ് പോയത്? അയാളുടെ തലയിലെന്താ തലച്ചോറിലെ നമ്മൾ അയാളെ സഹായിക്കാനാണ് വന്നത്. അപ്പോൾ അയാൾ ഓടുകയാണ്. ഇന്ന് നിൽപ്പിൽ തന്നെ ചാടുകയാണ്. എനിക്കാകെ ദേഷ്യം കയറുകയാണ്. നമ്മുടെ ജോലി ഇപ്പോൾ കൂടുകയാണ്. ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഈ ആളെന്താ ഒളിച്ചും പാത്തും കളിക്കുകയാണോ? അയാളോട് പറ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കാൻ. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു സ്കൂൾ വാൻ. അയാളോട് പറ എവിടെയാണുള്ളത് അവിടെ തന്നെ നിൽക്കാൻ. അടികൈ. പിങ്ക പിക്ക, അവിടെ തന്നെ നിൽക്ക്. ഞങ്ങൾ ദാ വരുന്നു. എന്റെ കൂട്ടുകാരെത്തി. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? അത് വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. അയ്യോ, ഇതെന്തായി സംഭവിക്കുന്നത്? അല്ല, ഇയാൾ എന്തിനിങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? എടാ, അത് കുളിച്ചതല്ല, വീണതാണ്. വാ, അകത്തേക്ക് പോകാം. ദാ നിൽക്കുന്നു. പിങ്ക പിങ്ക, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇയാൾക്ക് ഇപ്പൊ അനാർക്കലിയുടെ അവസ്ഥയായി പോയല്ലോ. സംശയമുണ്ടോ? അതെ, അയാൾക്ക് ശ്വാസം മുട്ടും. ആ കല്ലെല്ലാം എടുത്ത് വേഗം മാറ്റ്.
വേഗം ദേ ആയുധങ്ങൾ എടുത്തോ, എന്നിട്ട് വേഗം കോരി മാറ്റ്. അയ്യോ, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അത് ബണ്ണിയുടെ മേത്ത് കൊള്ളുന്നുണ്ട്. അതെ, നിർത്ത്. നിങ്ങൾ ആ സയന്റിസ്റ്റിനെ ഇങ്ങനെ സഹായിക്കാൻ നിന്നാലേ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈദ്യസഹായം വേണ്ടി വരും. സംശയമുണ്ടോ? നിങ്ങൾ മാറിയേക്ക്, ഞങ്ങൾ ചെയ്യാം. അതെ, ആ മൺമട്ടി വേഗം താ, ഞങ്ങൾ കല്ല് മാറ്റിക്കോളാം. നിങ്ങൾ എല്ലാരും തന്നെ എത്ര നല്ലവരാണ്. ആ, ഞങ്ങളെ കുറിച്ച് എല്ലാരും ഇങ്ങനെ തന്നെ പറയാറ്. അതെ കൊച്ചളിയാ, മുഴുവൻ കല്ലും മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിങ്ക പിങ്ക ഒരു ചെറിയ കല്ലിന്റെ അത്രേ ഉള്ളൂ. ദാ ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് വന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാറുള്ളൂ, പക്ഷെ ഇവന്റെ തലച്ചോറ് കറക്റ്റ് സമയത്താ വർക്ക് ചെയ്യുന്നത്. സംശയമുണ്ടോ? പിങ്ക 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 അടുത്ത പ്രാവശ്യം ഈ ഗ്രഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആനയുടെ അടുത്ത് ഈ സ്പേസ് ഷിപ്പ് മാറ്റി വെക്കാൻ മറക്കല്ലേ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കാരണമാണ് പിങ്ക പിങ്ക രക്ഷപ്പെട്ടത്. ഇങ്ങനെ രക്ഷപ്പെട്ടു, ഇനി ബാക്കിയുള്ളവരിൽ നിന്നും നമ്മളെങ്ങനെ രക്ഷപ്പെടുന്നത്? അക്കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റെന്നേ. ഈഷ്, അവരടുത്ത് നിന്നും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. വരൂ. അവിടുന്ന് ഒരു വരുന്നുണ്ട്, എല്ലാവരും അലർട്ടായിട്ടിരിക്കെ. ഇത്രയും പോലീസുകാർ എന്തിനാ? ഈ പോലീസ് ഇവർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഓ, അതെ, നമ്മൾ ഭൂമിയിൽ ഫേമസ് ആയി. ഇവര് നിങ്ങളെ പിടികൂടാനാ വന്നിരിക്കുന്നേ. സംശയമുണ്ടോ? നിൽക്കുന്നവർ അറസ്റ്റ് ചെയ്യ്. എല്ലാരും വേഗം ഓടിക്കോ, യുവമാര് നമ്മളെ പിടിക്കാൻ വരികയാണ്. വേഗം ഓടിക്കോ. നിങ്ങൾ ഓടല്ലേ, നിക്ക്, ഞങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാം. വേഗം വിസിലടിക്കൂ. അല്ല സാറേ, ഈ ബിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ എടോ, വിസിൽ ശൂളമടിക്കാനാ ഞാൻ പറഞ്ഞത്. എല്ലാവരും മുമ്പിൽ നിന്ന് മാറ്. സാർ, അവർ രക്ഷപ്പെട്ടു പോയി. താനുമായി ഏലിയൻസിന്റെ കൂടെ കൂടിയിരിക്കണോ? വേഗം മുമ്പോട്ട് തന്നെ ഓടിക്കോ, അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ. അയ്യോ, അവന്മാരുടെ ആ പൈപ്പിനുള്ളിൽ കയറി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അങ്ങനെ കുത്തി അവർക്ക് എന്തെങ്കിലും പറ്റും. മുകളിലുള്ള തുറന്നുവിട്. സാർ, ഇവർ നല്ലവരാണ്, ഇവരെ അറസ്റ്റ് ചെയ്യരുത്. വേണ്ട, നീ ഡ്യൂട്ടിക്ക് തടസ്സം ഉണ്ടാക്കിയാണ്. അല്ല സാർ, ഞാൻ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ മനസ്സ് പറയുന്നത് കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ,
ഈ ഏലിയൻസ് ഇവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ ഇവർ പേടിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇവർ പാവങ്ങളാണ്. അതെ, ഇവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആണ്. ഇവർ വളരെ നല്ലവരാണ്. ഇവര് നിങ്ങളുടെ തലച്ചോറിനെ വളരെ വിദഗ്ധമായി തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നോണയാ, എന്റെ അടുത്ത് തലച്ചോറെന്ന് പറയുന്ന സാധനമേ ഇല്ല. ദാ നോക്കിയേ. എന്നെ ഒരിക്കലും ഇവർക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. കമ്മീഷണർ സാറേ, ഇവരങ്ങനെ കുഴപ്പക്കാരല്ല. ഇവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല, ഇവരുടെ കൂട്ടുകാരനെ കൊണ്ടുപോകാനാ വന്നേ. ഇവര് തിരിച്ചു പോകാൻ നിൽക്കുവാ. ഒരു കാരണവശാലും ഇവരെ തിരിച്ചു പോകാൻ ഞാൻ അനുവദിക്കില്ല. അറസ്റ്റ് ചെയ്യ്. ഇത് എന്റെ ഓർഡറാണ്. ഇവിടെ ഒരു ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ല. ഇവർ നിങ്ങളെ കണ്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവരെ സഹായിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പയ്ക്ക് ചേരും മീൻചാറ്. ഞങ്ങളുടെ വഴിയിൽ നിന്ന് വേഗം മാറ്, അല്ലെങ്കിൽ കൈയും കാലും പൂട്ടിക്കെട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. അഥവാ വെടിവെച്ചാൽ ഉന്നം പിഴക്കില്ല. ഇവരെ പിടിച്ചോണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അടികൈ. അത് ശരി, നിയമത്തിനെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ നിങ്ങളെ ഇവരുടെ കൂടെ തന്നെ അകത്താക്കി കളയും. ഇവരാണെങ്കിൽ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. ഇവരുടെ കയ്യിൽ പിടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാക്രമിക്കുകയാണ്. ഷൂട്ട് ചെയ്യ്. പ്ലീസ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ പോകാൻ അനുവദിക്കണം. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളേ അല്ല. അതെ അതെ, ഞങ്ങൾ ഞങ്ങളുടെ പിങ്കയെ കൊണ്ടുപോകാൻ വന്നതാ. ഞങ്ങൾ വെറുതെ വിടൂ പ്ലീസ്. ശരി, സമ്മതിച്ചു. ഇവർ വളരെ സ്നേഹമുള്ളവരാണ്. ഞാൻ വെറുതെ പാടിച്ചു. അല്ല, ആരാരെയാ പാടിച്ചത്? ഇവിടെ ആരും പാടുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞത് പേടിച്ചു എന്നാണ്. മസിലായോ? മസിലോ? ആർക്കാ മസില്? അതിനോട് തോത്തറവനെ കാണുന്നില്ലല്ലോ. എന്റെ അമ്മേ, ഇവ ഏലിയൻസിനെക്കാളും ഭയങ്കരനാണല്ലോ. ഇവർ ക്യൂട്ടാണ്. സാർ പ്ലീസ്, ഇവരെ ഇവരുടെ സ്പേസ് ഷിപ്പിനടുത്തേക്ക് കൊണ്ടുപോകണം. അതിനെന്താ, കൊണ്ടുപോകാമല്ലോ. ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നതാണ്. സാർ, മുകളിലെന്ത് ഉത്തരം പറയും നമ്മള്? ആരുടെ മുകളില? എല്ലാവരുടെയും മുകളിലുള്ളത് ഈ ഞാൻ തന്നെയാണ്. ആർക്ക് ഉത്തരം കൊടുക്കണമെങ്കിലും അത് ഈ ഞാൻ തന്നെ കൊടുക്കും. വരൂ, ഇവരുടെ സ്പേസ് ഷിപ്പ് സ്പേസ് സെന്ററിലുണ്ട്. കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ, ഭൂമിയിലുള്ള മനുഷ്യർക്ക് വളരെ വലിയ മനസ്സാണ്. ഇപ്പൊ മനസ്സിലായോ? ഇത് നല്ല ക്യൂട്ടായ സ്പേസ് ഷിപ്പ് ആണല്ലോ. അതെ, ഇതുപോലൊരെണ്ണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ആ ഏലിയൻസിനെ പിടിച്ചിട്ട് ഇതിന്റെ ടെക്നോളജി ഒന്ന് മനസ്സിലാക്കി എടുക്കണം. കമ്മീഷണർ സാറേ, സ്പേസ് ഷിപ്പ് നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ ഗ്രഹത്തിലേക്ക് പോകാം. വേണ്ട, ഇനി നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് പോയിക്കോളൂ. ഈ ഏലിയൻസ് അവരുടെ ഗ്രഹത്തിലേക്ക് പോയിക്കോളും. ഓക്കെ? ഹണിയുടെ കയ്യിൽ പിടിക്കുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞങ്ങളൊരു കാര്യം പഠിച്ചു. മറ്റുള്ളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ കൈ പിടിക്കണം. സത്യത്തിൽ ഇത് കൈയല്ല, ഹണിയുടെ സ്നേഹമാണ്. അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ ഇൻറ്റുക്കളെ പിൻറ്റുക്കളെ ചിൻറ്റുക്കളെ, എനിക്കും അതേ ഫീൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഗ്രഹത്തിൽ പോയാലും ഞങ്ങളെ മറക്കരുത്. കാരണം നിങ്ങൾ ഇവിടുന്ന് പോയാലും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിക്കും. ബൈ. താങ്ക്സ് കൂട്ടുകാരാ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ എന്നും ഓർമ്മിക്കും. പിടിച്ചോ, ഞങ്ങളുടെ സഹായം എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഈ ചുവന്ന ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടും. അപ്പൊ ഞാൻ ഈ പച്ച ബട്ടൺ എപ്പോഴാ അമർത്തണ്ടേ? എപ്പോ വേണമെങ്കിലും ചെയ്തോ. അതൊരു ഷോ പീസ് ആണ്, ഒന്നും സംഭവിക്കില്ല. അതെ, വാ പോകാം. ബൈ ബൈ കൂട്ടുകാരെ, നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ. ബൈ.
ഓ